മനസ്സിലായോ? നൾ സ്പേസിൻ്റെ ഡയമെൻഷൻ പ്ലസ് റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. അതല്ലേ ഈ റിസൾട്ട് പറഞ്ഞത്? ഇതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. ഇതിൻ്റെ കാരണവും ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ വി ഫൈനൈറ്റ് ഡയമെൻഷനല്ലേ, അപ്പോൾ അതിൻ്റെ സബ്സ്പേസ് ആയ നൾ സ്പേസ് ദാറ്റ് ഈസ് നൾട്ടി, അതും ഫൈനൈറ്റ് ഡയമെൻഷനാണല്ലോ. അപ്പോൾ ഈ നൾട്ടിക്ക് ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ടാവില്ലേ? അതിൻ്റെ ഒരു ബേസിസിനെ നമ്മളിപ്പോൾ എങ്ങനെ എഴുതുക? u1 എക്സെട്ര യു എന്ന് വിളിക്കാം. u1 എക്സെട്ര യു എൻ പറഞ്ഞ റെഡി അല്ലേ? വി ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്, അപ്പോൾ അതിൻ്റെ സബ്സ്പേസ് ആയ നൾട്ടി ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്, അപ്പോൾ അതിനൊരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ടാവും. അതിനെ ഞാൻ u1 എക്സെട്ര യു എന്ന് വിളിച്ചു. ഇനി ഈ u1 എക്സെട്ര യു എം നമ്മുടെ വിയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് അല്ലേ? ആണ്. ഇനി നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ഫുൾ സ്പേസിൻ്റെ ഒരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇവിടെ ഈ വിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണല്ലോ ഇത്. അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെക്ടേഴ്സിനെ ആഡ് ചെയ്തിട്ട് ഈ വിക്ക് ഒരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത ആൾക്കാരെ ഞാൻ എന്താ v1 എക്സെട്ര വി എന്ന് വിളിക്കട്ടെ. അപ്പോൾ ഈ u1 എക്സെട്ര യു എമ്മിൻ്റെ കൂടെ കുറച്ചുകൂടി വെക്ടേഴ്സ് v1 എക്സെട്ര വി എൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വെക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് ഈ ബേസിസിനെ ഈ വിയുടെ ബേസിസ് ആക്കിയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്കറിയാം. ഇനി ഇവിടുത്തെ രസകരമായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡീഷണലി ഈ വിൻ്റെ ബേസിസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ നൾ സ്പേസിൻ്റെ ബേസിനോട് കൂടെ കൂട്ടിച്ചേർത്ത ആൾക്കാരല്ലേ v1 എക്സെട്ര വി എൻ, ഇതിൻ്റെ ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ v1ൻ്റെ ഇമേജ് എന്താ വരിക? ടി ഓഫ് v1 അല്ലേ, എക്സെട്ര വി എൻ്റെ ഇമേജ് എന്ത് വരും? ടി ഓഫ് വി എൻ. ഈ ഇമേജസ് നമ്മുടെ റേഞ്ച് ടീൻ്റെ ബേസിസ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം, ഈ നൾ സ്പേസിൻ്റെ കൂടെ ഫുൾ സ്പേസിൻ്റെ ബേസിസ് ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് അഡീഷണൽ വെക്ടേഴ്സ് അല്ലേ v1 എക്സെട്ര വി എൻ, അതിൻ്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ റേഞ്ച് ടീൻ്റെ ബേസിസ് കിട്ടും. ഇനി സപ്പോസ് നമ്മൾ ഈ കാര്യം പ്രൂവ് ചെയ്തു, അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് പിന്നെ വളരെ ഈസി ആയിട്ട് പറയാം. കാരണം എന്താ പറയുക, ഇവിടെ നോക്കൂ, ഡയമെൻഷൻ ഓഫ് വി, അത് ഈ പിക്ചർ നോക്കി പറയൂ എത്ര ഡയമെൻഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിസിലുള്ള ഏതെങ്കിലും ഒരു ബേസിസ് എടുക്കുക, ആ ബേസിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ അതാണ് അതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇത് അവിടെ ഇതിനെടുത്ത ബേസിസ് ഏതാണ്? u1 എക്സെട്ര യു എം, പിന്നെ കൂടെ v1 എക്സെട്ര വി എൻ. അപ്പോൾ മൊത്തത്തിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട് ഇവിടുത്തെ ബേസിസിൽ? m+n എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി എന്താണ്? m+n ആണ് ഇവിടെ. ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ നൾ സ്പേസിൻ്റെ ഡയമെൻഷൻ എത്ര അവിടെ? അതിൻ്റെ ബേസിസിൽ എത്ര വെക്ടേഴ്സ് ഉണ്ട് ഇവിടെ? m വെക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഈ m എന്ന് പറഞ്ഞാൽ എന്താ? നൾ സ്പേസിൻ്റെ ഡയമെൻഷനാണ്. സോ ദിസ് ഈസ്